ഞാനൊന്ന് പറയട്ടെ. അതേടാ, നീ ഒരു ക്രിമിനൽ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാനൊരു ക്രിമിനൽ. ഇനി നിന്റെ വിസിറ്റിംഗ് കാർഡിലെ ക്രിമിനൽ എന്ന് മതി. ഞാനൊരു ക്രിമിനൽ വക്കീലാണ്. നോക്ക് എന്റെ വിസിറ്റിംഗ് കാർഡ്. അഡ്വക്കേറ്റ് ശ്രീകേഷ് കുമാർ, BA LLB. LLB എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പിടിപ്പിക്കാനുള്ള ലൈസൻസ് ആണോടാ? മാതൃക പോലീസ് സ്റ്റേഷൻ മാതൃക. അയ്യോ, ഇവിടെ എന്നെ കയറ്റരുത്. ഇവിടെ ഇരിക്കുന്നത് എന്റെ അളിയനാണ്. ഡിവൈഎസ്പി സാറില്ലേ, എന്താ ഇവന്മാരെ പോലുള്ള പൂവാലന്മാരെ കാരണം നമ്മളെ പോലുള്ള മാന്യന്മാർക്ക് റോഡിലിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? പരസ്യമായി പട്ടാപ്പകൽ സ്ത്രീ പീഡനം സാറേ. ഇവനെ അങ്ങനെ വിടാൻ പാടില്ല. സ്ത്രീകൾക്ക് സ്വൈരമായി യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാ? ഓഹോ, സ്ത്രീ പീഡനമാണല്ലേ സാറേ? അതും സ്ത്രീകളെ ദൈവത്തെ പോലെ കാണുന്ന നമ്മുടെ ഗൗരവ് സാറിന്റെ സ്റ്റേഷൻ പരിധി വെച്ച് ഞാനൊന്ന് ക്ലച്ചാണ് ഇന്ന് സാറ്. താനായിരുന്നു ലോക്കിയായിട്ട് കയറി വരണ്ടേ? സോറി സാർ, പുറത്തൊരു സ്ത്രീ പീഡന കേസിലെ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ പോലീസുകാര് പ്രതിയെ പിടിക്കാനോ? അല്ല സാർ, നാട്ടുകാർ പിടിച്ചോണ്ട് വന്നതാ. അങ്ങനെ പറയുള്ളൂ. ഈ നാട്ടുകാർക്ക് എന്തിന്റെ കേടാ? എടോ, പിടിച്ചാ പിന്നെ കോടതിയിൽ ഹാജരാക്കണം, എഴുത്തായി തെളിവെടുപ്പായി, കൊല്ലനെ കാണണം, എസ് ആകൃതിയിലും എക്സ് ആകൃതിയിലും കത്തി ഉണ്ടാക്കണം. ഇതൊക്കെ ചെയ്താലും പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നേ പത്രക്കാര് പറയൂ. എന്തിനാടോ വെറുതെ ഈ പുലിവാല് പിടിക്കുന്നത്? അവനെ അങ്ങ് പറഞ്ഞു വിട്ടേ. സാർ, പുറത്ത് വലിയ ജനക്കൂട്ടമുണ്ട്. അവനെ ലോക്കപ്പിലാക്കിയില്ലെങ്കിൽ അവർ സ്റ്റേഷനിൽ എത്തിക്കും. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ പണി പോവല്ലോ. ആ, താ വാ. ഇവനാ സാർ. ഇതാ സാർ പീഡനവീരൻ. അറസ്റ്റ് ചെയ്യണം സാർ. അളിയൻ എന്നോട് ക്ഷമിക്കണം. ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അളിയനാ? ആരാണ് നിന്റെ അളിയൻ? കേട്ടില്ല സാറേ അവന്റെ ധിക്കാരം. സാറിന്റെ മുഖത്ത് നോക്കി അളിയാന്ന് വിളിച്ച ആ പരാതിക്കാരിയും കൂടെ ഇറക്കടാ. വാ കൊണ്ടുവാ ഇങ്ങോട്ട്. എന്താ മോളെ, കാര്യം പറ. സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ. ചേട്ടനോട് പലവട്ടം പറഞ്ഞതല്ലേ അവിടെ നിന്നാ ശരിയാവില്ല എന്ന്. വിളിച്ച് പറയാളിയാ ഇവളെന്റെ ഭാര്യയാണെന്ന്. ഇവളും ഞാനുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കം. അത് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഇവളുടെ പിറകെ പോയപ്പോഴല്ലേ ഈ തെണ്ടികളെല്ലാം കൂടി എന്നെ പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഈ നിൽക്കുന്നത് DOSP. ഈ DOSPയുടെ സ്വന്തം സഹോദരിയാണ് ഈ നിൽക്കുന്നത്. ഈ സഹോദരി എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, ഇതെന്റെ അളിയൻ. എല്ലാവർക്കും സമാധാനമായല്ലോ? എല്ലാരും പിരിഞ്ഞു പറയുന്നത് ശരിയാണോ സാർ? ആ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാ പിന്നെ നിനക്കത് നേരത്തെ പറഞ്ഞൂടെ? ഞാൻ നേരത്തെ പറയാം. നീയൊക്കെ എനിക്കൊരു ഗ്യാപ്പ് തരണ്ടേ? എല്ലാരും കൂടെ എന്നെ ഇടിച്ചോണ്ടിരിക്കല്ലേ. എല്ലാരും പിരിഞ്ഞു പോണം. അളിയാ, ഇവൾക്ക് നല്ല ഉപദേശത്തിന്റെ കുറവുണ്ട്. ഒന്ന് ഉപദേശിക്കളയാ. ഒന്ന് സമാധാനപ്പെടളിയാ. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? നീ പന്നി നിന്റെ പുറകിന് നടന്ന് കയ്യും കാലും കാണിച്ചപ്പോ കെട്ടിച്ചു തന്നില്ലെങ്കിൽ തൂങ്ങിച്ചാവും നീ പറഞ്ഞില്ലേ? എന്റെ ഭാര്യ മാളവിക തടസ്സം പറഞ്ഞപ്പോ നീ അത് ചെവിക്കൊണ്ടില്ല. നീ അനുഭവിക്കും. ചേട്ടൻ എന്നോട് പൊറുക്കണം. കൂടെ കിടക്കുമ്പോഴല്ലേ രാപ്പനി ഉണ്ടെന്നറിയൂ. അത് ശരി. അപ്പൊ എനിക്ക് രാപ്പനി ഉണ്ടെന്നാണ് നിന്റെ കംപ്ലൈന്റ്. എന്റെ പൊന്നളിയാ, ഇതുവരെ എന്റെ കൂടെ കിടന്നിട്ടുള്ള ഒരാണുങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് രാപ്പനി ഉണ്ടെന്ന്. കുടുംബപരാണോ ഒക്കെ നമുക്ക് വീട്ടിൽ വെക്കാം. പ്രഭാകര, മോളെ നമ്മുടെ ജീപ്പില് അങ്ങ് വീട്ടിലേക്ക് ആക്ക്. മോള് പോ ചെല്ല്. അത് ശരി. പെങ്ങളെ ഉപദേശിക്കാൻ പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞയക്കുകയാണല്ലേ? എന്റെ പൊന്നളിയാ, എന്നെ നിങ്ങൾക്കറിയാലോ. ഞാനൊരു ക്രിമിനൽ ലോയറാണ്. ഞാൻ വിചാരിച്ചാൽ ഈ തൊപ്പി വരെ തെറിപ്പിക്കാൻ അറിയാം. തെറിപ്പിച്ചിട്ട് പോയാ മതി. അല്ല, അവള് വീട്ടിൽ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മലയാളക്കര റെസിഡൻസ് അസോസിയേഷനിലെ മാന്യ മെമ്പർമാർ, പ്രിയപ്പെട്ട സുന്ദരിമാരെ, നിങ്ങൾക്ക് ഈ സന്നദ്ധ സേവകനായ സുബ്രന്റെ വിനീതമായ നമസ്കാരം. Don't speak when you are lying down. അതെ, മലയാളത്തിൽ പറഞ്ഞാ മതി. ശരി, എന്നാ പിന്നെ മലയാളത്തിൽ തന്നെ പറഞ്ഞുതരാം. അതായത് മലർന്ന് കിടന്ന് തുപ്പരുത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്വന്തം പരിപാടി കൂവി കൊളമാക്കരുത്. ഇത് വല്ല നടക്കൂ? നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി
ബഹുമാന്യനായ ശ്രീ കൗശൽ കുമാർ IAS നമ്മുടെ സെക്രട്ടറി പദം ഏറ്റെടുത്ത ശേഷം ആദ്യത്തെ വിദേശ യാത്ര കഴിഞ്ഞു ഇന്ന് തിരിച്ചെത്തുകയാണ്. അതും വിമാനത്തിൽ. അദ്ദേഹം ഇപ്പോൾ എയർപോർട്ടിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മധുര മനോജ്ഞമായ ശബ്ദം എന്റെ ഈ വില കൂടിയ ബ്ലാക്ക്ബെറി നോക്കിയ സെറ്റിലൂടെ നിങ്ങളെ ഏവരെയും കേൾപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേട്ടോളൂ. പിന്നെ വിളിക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല. ആ അസോസിയേഷൻ ഭാരവാഹികളായ തെണ്ടികളോട് പറ ഇതെന്നെ വെയിറ്റ് ചെയ്യാൻ. ഹലോ ഹലോ സാർ, ഫോൺ ലൗഡ് സ്പീക്കറിലാണ്. അതാ നല്ലത്. ലൗഡ് സ്പീക്കർ സിനിമ കഴിയുമ്പോഴേക്കും ഞാനെത്തും. ഉഗാണ്ടയിലും ടാൻസാനിയയിലും നൈജീരിയയിലും ഇപ്പൊ 0 ഡിഗ്രിക്കും താഴെയാണ് തണുപ്പ്. അവിടെ നിന്ന് ഇവിടെ വരുമ്പോ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനാവില്ല. ഒരു 24 അവേഴ്സെങ്കിലും വേണം ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഈ നാട്ടുമായിട്ടും ഇണചേരാൻ. എല്ലാവരും കേൾക്കുന്നുണ്ട്. നിർത്തണം. നിർത്തിയോ? നിർത്ത് വണ്ടി നിർത്ത്. ആ ജ്യൂസ് കടയിൽ കയറി ഒന്ന് തണുപ്പിച്ചിട്ട് പോകാം. എന്താ വേണ്ട സാർ? ഒരു ചില്ലി ആപ്പിൾ ജ്യൂസ്. എക്സ്ക്യൂസ് മീ, വാട്ട് ആം ഐ ഡു ഫോർ യു? Nothing, sir. No, I am coming from South Africa only for this. It is a pleasure to invite for a drink. One more apple juice, please. ഇത് ഒറിജിനൽ പേളാണോ? ആപ്പിൾ ജ്യൂസ്. വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ആർക്കും ആരുമായും കമ്പനി അടിക്കാം. പിന്നെ ഡേറ്റിംഗ് ആണല്ലോ അവരുടെ ഹോബി. തരുമോ? അല്ല, 1000 രൂപയ്ക്ക് ചില്ലറ തരുമോന്ന് കാണില്ലെന്നറിയാം. ഹലോ, സാർ 1000 rupees. ബാക്കി നീ വെച്ചോ. താങ്ക് യു. ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ പോലും 50 500 ടിപ്സ് കൊടുക്കുന്നവനാണ് ഞാൻ. ഓട്ടോയ്ക്ക് ഓടി ബുദ്ധിമുട്ടണ്ട, വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. മടിക്കണ്ട, വരൂ. യെസ് പ്ലീസ് കം. യെസ് വരൂ. കൊറിയൻസ്, റഷ്യൻസ്, ചൈനീസ്, ജാപ്പാനീസ് എന്നീ നാടുകളിലെ സുന്ദരികളുമായി എനിക്ക് ബന്ധമുണ്ട്. ഈ അടുത്ത കാലത്ത് ആഫ്രിക്കയിലെ കുറച്ച് കറുത്ത സുന്ദരികളെ ഞാൻ പരിചയപ്പെട്ടു. പക്ഷേ എന്തോ അവർക്ക് ആർക്കുമില്ലാത്ത എന്തോ ഒരു ഇത് മലയാളി പെൺകുട്ടികൾക്കുണ്ട്. ബൈ ദ വേ, വാട്ട്സ് യുവർ നെയിം? പ്രീതി. നൈസ് നൈസ്. പ്രീതിപ്പെടുത്തുന്നവർക്ക് പറ്റിയ പേര്. ഓ, ഞാനത് മറന്നു. ഞങ്ങളുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ എനിക്കൊരു സ്വീകരണം ഒരുക്കി കാത്തിരിക്കുകയാണ്. ഞാൻ പ്രീതിയെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ, മറ്റു തിരക്കൊന്നുമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഒരുമിച്ച് പോകാം. അതിനു മുമ്പ് എനിക്ക് വീട്ടിലൊന്ന് കയറണം. ഓക്കെ, നോ പ്രോബ്ലം. ഡ്രസ്സ് മാറണ്ട, ഇത് നല്ല മാച്ച് ആയിരിക്കുന്നു. പിന്നെ നൈറ്റ് ഡ്രസ് എടുക്കാൻ മറക്കണ്ട. വലത്തോട്ട്. ആ, എന്റെ ഭാര്യയുടെ മുഴുവൻ കീറി പറഞ്ഞു പോയി. യെസ്, കം ഇൻ. സർ, എന്താ? സ്ത്രീകളെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരെ പിടിക്കാൻ മഫ്തിയിൽ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്നതിന് പ്രയോജനമുണ്ടായി സർ. 10 മിനിറ്റിനകം 20 കൊത്തി. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു സുമുഖൻ മാന്യൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് വന്നൊന്ന് കൈകാര്യം ചെയ്യണം. പ്രീതി പോയാൽ എര കൊത്തുമെന്ന് എനിക്കറിയില്ലേ. കല്യാണിയോ മറിയാമയോ പോയിരുന്നെങ്കിൽ ബസ് സ്റ്റാൻഡിലെ ആണുങ്ങളെല്ലാം ഓടി രക്ഷപ്പെട്ടേനെ. ആ പഞ്ചാരക്കുട്ടനെ ഒന്ന് വിളിച്ച് കുറേ ദിവസമായി തടി ഇളകിയെന്ന് പെരുമാറിയിട്ട്. നീ എന്താ ഇവിടെ? സ്വീകരണത്തിന് പോയില്ലേ? സ്വീകരണം? ചേട്ടനാണോ വനിതാ പോലീസിനെ വേഷം കെട്ടിച്ച് റോട്ടിലിറക്കി മാന്യന്മാരെ വശീകരിക്കാൻ നിർദ്ദേശം കൊടുത്തത്? എന്റെ പൊന്നനിയ, അത് സർക്കാരിന്റെ നിർദ്ദേശമല്ലേ, എനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ? കൊള്ളാം. സൗത്ത് ആഫ്രിക്ക എന്ന് വന്ന മാന്യനായ എന്നെ കണ്ണിറുക്കി കാണിച്ച് വശീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന ഈ വനിതാ പോലീസിനെതിരെ നടപടിയെടുക്കണം. സർ, ഇയാളാണ് കണ്ണിറുക്കി കാണിച്ചതിനെ വശീകരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന്. യു ഷട്ട് അപ്പ്. ഇത് കൗശൽ കുമാർ IAS എന്റെ ബ്രദറാ. പിന്നെ ഈ കണ്ണിറുക്കുന്ന സ്വഭാവം
അത് അവന് കുട്ടിക്കാലം മുതലേ ഉള്ളതാ. അത് കറക്റ്റ്. അങ്ങനെ കണ്ണിറുക്കിയാണ് ചേട്ടന്റെ ഭാര്യ അനിയനും സ്വന്തമാക്കിയത്. നീയോ? കേസിന്റെ അകത്ത് നീ എന്താ ഇവിടെ? ഒന്നും പറയണ്ടളിയ. ആദ്യം എന്നെ പീഡന കേസിൽ കുടുക്കി ഈ പരുവത്തിലാക്കി. ഇപ്പോ സ്വന്തം അനിയനായ അളിയനെ പൊക്കി സ്റ്റേഷനിലെത്തിച്ചു. നമ്മുടെ കുടുംബത്തിലുള്ളവരെ മുഴുവനും ജയിലിലടച്ചിട്ട് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനുള്ള ഐഡിയയാണ് മൂത്ത അളിയന്റെ ശ്രമം. ഓഹോ, അപ്പൊ ഇത് കരുതി കൂട്ടിയുള്ള കളിയാണല്ലേ? എന്റെ പൊന്നു കൂടപ്പിറപ്പേ, ഈ കൊതറന്റെ വാക്ക് കേട്ട് നീ എന്നെ സംശയിക്കുകയാണോ? എടാ, റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, നീ അങ്ങോട്ട് ചെല്ല്. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനിയും വഴിയിൽ വെച്ച് മിണ്ടാൻ മടിക്കണ്ട. അടിസ്ഥാനപരമായി ഞാനൊരു ലോല ഹൃദയനാണ്. ചേട്ടൻ വരുന്നുണ്ടോ? പറയാത്ത ഇന്ന് പൊറോട്ടെ. എടാ, ഞാൻ പുറകെ എത്തിക്കൊള്ളാന്ന്. ചെവിയും കേൾക്കാമോ? അളിയ, എന്റെ കാര്യം കൂടെ. നിന്റെ കാര്യത്തിൽ ചേട്ടന്റെ തീരുമാനം തന്നെയാണ് എന്റെ. ലോക്കപ്പ് പോലെ നിനക്ക് പറ്റിയൊരു സ്ഥലം വേറെ ഇല്ല. കോതറൻ. ഈ രണ്ട് ചെറ്റകളുടെയും പെങ്ങളെയാണല്ലോ ഞാൻ പ്രണയിച്ചു കെട്ടിയത്.